റീൽസും പോസ്റ്റും സ്റ്റാറ്റസും സ്റ്റോറിയും ഇതൊക്കെയാണ് നമ്മളിൽ പലരുടെയും ദിവസം തുടങ്ങുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ആദ്യം വരുന്നത് അല്ലേ. ഉറക്കമണീറ്റ് കഴിഞ്ഞാൽ ഉടനെ എടുത്തൊന്ന് സ്ക്രോളപ്പ് ചെയ്ത് തുടങ്ങുന്ന ഒരുപാട് പേരുണ്ടാകും. ഇല്ലായെങ്കിൽ നിങ്ങൾ നിഷേധിച്ചോളൂ, എല്ലാവരും അങ്ങനെയാണ് എന്നല്ല. എന്നാൽ മിക്കവരുടെയും ദിവസം തുടങ്ങുന്നതും തീരുന്നതും ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ്. ഇൻസ്റ്റഗ്രാമിനും ഫേസ്ബുക്കിനും വാട്സാപ്പിനും ഒക്കെ ഒരു മുൻഗാമി ഉണ്ടായിരുന്നു. ജനറേഷൻ സി പിള്ളേർക്ക് ആളെ പരിചയമുണ്ടാകില്ല, പക്ഷേ 90s കിഡ്സിന് മറക്കാൻ പറ്റാത്ത ഓർക്കുട്ട് എന്ന ഓർമ്മക്കൂട്ട്. സോഷ്യൽ മീഡിയ എന്ന ആശയം നമ്മൾ ആദ്യം അനുഭവിച്ചറിഞ്ഞത് ഓർക്കുട്ടിലൂടെയായിരുന്നു. ആ ഓർക്കുട്ട് ഓർമ്മയായിട്ട് ഇന്ന് 10 വർഷം തികയുകയാണ്. സ്മാർട്ട് ഫോണൊന്നും വിപണിയിൽ എത്തിയിട്ടില്ല. ഇന്റർനെറ്റുള്ള മൊബൈൽ ഫോണും വ്യാപകമായിട്ടില്ല. എന്നിട്ടും അന്തകാലത്തെ സോഷ്യൽ മീഡിയ കിങ് ആയിരുന്നു ഓർക്കുട്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെതോ ഫേസ്ബുക്കിൻ്റെതോ പോലെയുള്ള കിടിലൻ ഫീച്ചറുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 10-20 കൊല്ലം മുൻപ് യുവത്വം സോഷ്യൽ മീഡിയ എന്ന ആശയത്തെ ആദ്യം അനുഭവിക്കുന്നത് ഓർക്കുട്ടിലൂടെയാണ്. 2004-ൽ ഓർക്കുട്ട് ബുയോക്കോട്ടൻ എന്ന ടർക്കിഷ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറും സുഹൃത്ത് ഗിതിൻ ജോസും ചേർന്നാണ് സ്വതന്ത്ര പ്രൊജക്ട് എന്ന നിലയിൽ ഓർക്കുട്ടിന് രൂപം നൽകിയത്. പിന്നീട് ഓർക്കുട്ടിനെ ഗൂഗിൾ ഏറ്റെടുത്തു. വളരെ പെട്ടെന്ന് യുവാക്കൾക്കിടയിൽ ട്രെൻഡിംഗ് ആയി മാറി. സുഹൃത്തുക്കളുമായി സംവദിക്കാൻ സ്ക്രാപ്പ് ബുക്ക്, ചിത്രങ്ങൾ പങ്കുവയ്ക്കാൻ ആൽബം, ചർച്ചകൾക്കായി കൂട്ടായ്മകൾ, സുഹൃത്തുക്കളുടെ ജന്മദിന അറിയിപ്പുകൾ തുടങ്ങി അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഓർക്കുട്ടിലുണ്ടായിരുന്നു. ഇന്റർനെറ്റ് കഫേകളിൽ പോയി ഓർക്കുട്ടിൽ സുഹൃത്തുക്കളെ തിരഞ്ഞവരും കൂട്ടുകൂടിയവരുമാകും നമുക്കിടയിൽ മിക്കവരും. കൂടുതൽ മെച്ചപ്പെട്ട ഫീച്ചറുകളുമായി ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും എല്ലാം കളം പിടിച്ചതോടെ ഓർക്കുട്ടിന്റെ ജനപ്രീതി ഇടിഞ്ഞു. 2014 ജൂൺ 30-ന് ഓർക്കുട്ട് പൂട്ടുകയാണെന്ന് ഗൂഗിൾ പ്രഖ്യാപിച്ചു. 2014 സെപ്റ്റംബർ 30-ന് ഓർക്കുട്ട് അങ്ങനെ ഒരു ഓർമ്മയായി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.